നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പ്രളയക്കെടുതി ഒഴിയാതെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഭൂരിഭാഗം ഇടങ്ങളും വെള്ളക്കെട്ടിൽ. കോട്ടയം കുമരകം ചേർത്തല റോഡിൽ ഗതാഗതം നിരോധിച്ചു. നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. സമീപത്തെ ഓടകൾ നിറഞ്ഞ് മാലിന്യം. SBI തെക്കേത്ത് കവല ശാഖയുടെ ATM കൗണ്ടർ തുറക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നു. കൗണ്ടർ സ്ഥാപിച്ചിട്ട് 2 മാസം. പൂഞ്ഞാർ തീക്കോയിൽ ജീവനോപാധി നഷ്ടമായ അനിൽകുമാറിന് ആശ്വാസവുമായി ക്ഷീരവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. 4 പശുക്കളെ എത്തിച്ചു നൽകി. അനിൽകുമാറിന് നഷ്ടമായത് 11 പശുക്കൾ. വാർത്തകൾ വിശദമായി. പ്രളയക്കെടുതിയിൽ വലഞ്ഞ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല. പടിഞ്ഞാറൻ പ്രദേശത്തിന്റെ ഭൂരിഭാഗം ഇടങ്ങളും വെള്ളത്തിനടിയിലാണ്. കോട്ടയം കുമരകം ചേർത്തല റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ദിവസങ്ങളായി തുടരുന്ന മഴയ്ക്ക് ഇന്ന് അല്പം ആശ്വാസമുണ്ടെങ്കിലും വെള്ളപ്പൊക്കം ജില്ലയെ ആകെ ഉലച്ചിരിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. പല ഭാഗത്തും ഗതാഗതം നിരോധിച്ചു. കോട്ടയം കുമരകം ചേർത്തല റോഡിൽ ഗതാഗതം നിലച്ചു. നഗരഹൃദയത്തിലെ നാഗമ്പടം കുര്യൻ ഉതുപ്പ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. നാഗമ്പടം കവലയിലും വെള്ളക്കെട്ട് ഉയർന്നു. കുര്യൻ ഉതുപ്പ് റോഡിൽ ഗതാഗതം തടഞ്ഞതുകൊണ്ട് MC റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. സംക്രാന്തി മുതൽ നഗരപരിധിക്ക് അപ്പുറം വരെ റോഡ് ബ്ലോക്കാണ്. ഉൾഭാഗങ്ങളിൽ വെള്ളം പൊങ്ങിയത് മൂലം വാഹനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകാനാവാത്തതുകൊണ്ട് ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും MC റോഡിന്റെ ഇരുവശത്തും പാർക്ക് ചെയ്തിരിക്കുന്നത് ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കി. കോട്ടയം ഏറ്റുമാനൂർ നഗരസഭ പ്രദേശങ്ങൾ ആർപ്പുകര, അയ്മനം, തിരുവാർപ്പ്, കുമരകം, നാട്ടകം, പുതുപ്പള്ളി, അയർക്കുന്നം, അതിരമ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം അതിരൂക്ഷമായി. ജില്ലയിൽ 141 ക്യാമ്പുകൾ തുറന്നു. 6848 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. സ്ഥിതി രൂക്ഷമെന്നും ദുരിതം വർദ്ധിച്ചുവെന്നും ജനങ്ങൾ പറഞ്ഞു. എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയല്ലേ എല്ലാവരും. വീടെല്ലാം ഭയങ്കര വെള്ളമായി. കുറച്ചെങ്കിലും താഴുന്നുണ്ടോ? ഇല്ല, വെള്ളം ഇങ്ങനെ നിൽക്കുക. ഇന്ന് താഴുമായിരിക്കും. ഇന്നിപ്പോൾ ഒരു വെള്ളം തെളിഞ്ഞ് ആറ്റില്ലേ, ഇന്ന് ഇറക്കി ഇടുമെന്നൊരു പ്രതീക്ഷ ഇരിക്കുന്നു. വീടിനകത്തൊക്കെ എത്ര പൊക്കമായിട്ടോ? വീടിനകത്തൊക്കെ ഒരാൾ വെള്ളമൊക്കെ ഉള്ള വീടുണ്ട്, അരയാൾ വെള്ളമുള്ള വീടുണ്ട്, എല്ലാം ഉണ്ട്. പല ടൈപ്പ്. ഈ ഭാഗത്ത് വണ്ടി ഇത് പോകത്തില്ല? ഇല്ല, വണ്ടി പോവുകയില്ല. അങ്ങോട്ട് മാറും തോറും വെള്ളക്കൂടില്ല. ജില്ലയുടെ കിഴക്കൻ മേഖല ഒട്ടൊന്ന് ശാന്തമായെങ്കിലും ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല തന്നെയാണ് എന്നതിൽ മാറ്റമൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. സ്റ്റാൻഡിന് പുറകുവശത്തുള്ള ഓട നിറഞ്ഞാണ് വെള്ളം സ്റ്റാൻഡിൽ കയറിയത്. വെള്ളിയാഴ്ച മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കോട്ടയത്ത് നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് നിറഞ്ഞു. സ്റ്റാൻഡിന് പുറകുവശത്തുള്ള ഓടകൾ മുഴുവൻ നിറഞ്ഞ് മലിനജലം ഉൾപ്പെടെ സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. പാദം മൂടി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ. ഇതുമൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള സ്ത്രീ യാത്രക്കാരാണ് ഏറെ പ്രയാസപ്പെടുന്നത്. കുളം നിറഞ്ഞു കിടക്കുന്നത് പോലെയാണ് ബസ് സ്റ്റാൻഡിന് ഉൾവശം. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി ഓടകൾ ശുചീകരിക്കാൻ നഗരസഭ വേണ്ടത്ര ശ്രദ്ധ നൽകാതിരുന്നത് ഓടയിൽ മാലിന്യം നിറയാനും അതുമൂലം വെള്ളം ഒഴുകാതെ സ്റ്റാൻഡിനുള്ളിൽ വെള്ളക്കെട്ടുണ്ടാകാനും കാരണമായെന്നാണ് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലെ മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ NDRF സംഘവും 53 അംഗങ്ങളാണ് ജില്ലയിൽ ദുരന്തമുഖത്തുള്ളത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി NDRF സംഘവും തൃശൂരിൽ നിന്നുള്ള 23 അംഗ സംഘത്തെ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലും എറണാകുളത്തു നിന്നുള്ള 30 അംഗ സംഘത്തെ കോട്ടയം താലൂക്കിലുമാണ് വിന്യസിച്ചിട്ടുള്ളത്. കേരള പോലീസ് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിലെ 20 പേരും തൃശൂരിൽ നിന്നുള്ള സംഘത്തിനൊപ്പമുണ്ട്. 2 മേഖലകളിലും NDRF പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം താലൂക്കിലെ ഇറഞ്ഞാൽ, ഇല്ലിക്കൽ മേഖലകളിൽ വീടുകളിൽ കുടുങ്ങിയവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. മീനച്ചിൽ താലൂക്കിൽ മണ്ണിടിച്ചിലുണ്ടായ പെരിങ്ങളം, കൈപ്പള്ളി മേഖലകളിൽ സന്ദർശനം നടത്തി. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ സഹാംഗങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. കോട്ടയത്ത് ഇൻസ്പെക്ടർ GC പ്രശാന്തും മീനച്ചിൽ ഇൻസ്പെക്ടർ അരുൺ ചൌഹാനുമാണ് NDRF സംഘത്തെ നയിക്കുന്നത്. ഡെപ്യൂട്ടി കമാൻഡന്റ് ശങ്കര പാണ്ഡ്യനാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളം കയറിയതിനെ തുടർന്ന് ചെളിയും മാലിന്യവും നിറഞ്ഞ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് പാലാ നഗരസഭ ശുചീകരിച്ചു. നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ ശുചീകരണത്തിന് വിധേയമാക്കി. നഗരസഭാ ജീവനക്കാരും അഗ്നിരക്ഷാസേനാംഗങ്ങളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വെള്ളം ഇറങ്ങിയതോടെ സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കട്ടിയുള്ള ചെളിയും മാലിന്യങ്ങളും അലിഞ്ഞു. ആദ്യം വെള്ളം ഉപയോഗിച്ച് ഇവ കഴുകിക്കളയുകയും തുടർന്ന് തൊഴിലാളികളെ വിന്യസിച്ച് ചെളിയും മാലിന്യങ്ങളും
മാലിന്യങ്ങളും കോരി നീക്കുകയും ചെയ്തു. ബസ് സർവീസുകളും യാത്രക്കാരുടെ സഞ്ചാരവും തടസ്സമില്ലാതെ പുനരാരംഭിക്കുന്നതിനായിട്ടാണ് അടിയന്തര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. പാലാ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. കൗൺസിലർമാർ, പാലാ സ്കൈലൈൻ അസോസിയേഷൻ പ്രവർത്തകർ, മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നഗരത്തിലെ മറ്റ് വെള്ളക്കെട്ട് ബാധിത പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ജില്ലയിൽ 141 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 6848 അംഗങ്ങളും ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്നതിനായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തി. കോട്ടയം CMS LP സ്കൂളിലെ ക്യാമ്പിലെത്തിയ സ്പീക്കർ അന്തേവാസികളുമായി സംസാരിച്ചു. SBIയുടെ തെക്കേത്ത് കവലയിലെ ATM കൗണ്ടർ തുറക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. ബാങ്ക് ഉൾപ്പെടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി 2 മാസമായിട്ടും ATM കൗണ്ടർ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇതുമൂലം വയോധികർ ഉൾപ്പെടെ ബുദ്ധിമുട്ടുകയാണ്. SBIയുടെ തെക്കേത്ത് കവലയിലെ ATM കൗണ്ടർ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. സമീപത്തുള്ള ഇരുനില മന്ദിരത്തിന്റെ മുകൾ നിലയിൽ നിന്നും ബാങ്ക് താഴത്തെ നിലയിലേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങിയെങ്കിലും തൊട്ടടുത്തുള്ള ATM കൗണ്ടർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. ചെറുവള്ളി അമ്പലം ജംഗ്ഷനിലുണ്ടായിരുന്ന ATM കൗണ്ടറും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സമീപത്തെ സ്വകാര്യ ATMകളിൽ നിന്നും 10,000 രൂപ വരെ മാത്രമേ ഒരു ദിവസം പിൻവലിക്കാൻ കഴിയൂ. പ്രായമായവർ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് KSSPA ചിറക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നു. ഉദ്ഘാടനം ചെയ്തിട്ട് ഏതാണ്ട് 2 മാസം ആയി. അപ്പോഴും ATM ഇപ്പോഴും പ്രവർത്തനരഹിതമാണ്. മുൻപുണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ATM അത് നിർത്തിയതിന് ശേഷം ആണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഉടൻ തന്നെ ഇത് ATM പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇതുവരെയും അത് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. പെൻഷനർമാർക്കും അതുപോലെ ദുർബല ജനവിഭാഗങ്ങൾക്കൊക്കെ സർക്കാരിൻ്റെ വക പെൻഷൻ ഇപ്പോൾ SBI വഴിയാണ് നടത്തുന്നത്. പക്ഷേ അത് ഒന്ന് പിൻവലിക്കാൻ വേണ്ടി ഈ സൗകര്യപ്രദമായിട്ടുള്ളൊരു ATM തെക്കേത്തുകൊലയിലോ അതുപോലെ തന്നെ തൊട്ട് അടുത്തുണ്ടായിരുന്ന ചെറുവള്ളി അമ്പലം ജംഗ്ഷനിലുണ്ടായിരുന്ന ATM മുൻപ് തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ATM സൗകര്യം വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തിരക്ക് പിടിച്ചുള്ള പൊൻകുന്നത്തോ അല്ലെങ്കിൽ ചാവമ്പാലിലോ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ SBIയുടെ അധികാരികൾ ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതേസമയം ATMൽ സ്ഥാപിക്കേണ്ട മെഷീനും മറ്റും എത്തിച്ചിട്ടുണ്ടെന്നും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് കൗണ്ടർ പ്രവർത്തനം തുടങ്ങാൻ വൈകുന്നതെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മലവെള്ളപ്പാച്ചിലിൽ ജീവനോപാധിയായ പശുക്കളെ നഷ്ടപ്പെട്ട അനിൽകുമാറിന് ആശ്വാസവുമായി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അനിൽകുമാറിന്റെ വീട്ടിലെത്തിയ മന്ത്രി 4 പശുക്കളെ കൈമാറി. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട അനിൽകുമാറിന് സമാശ്വാസവുമായി ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി HF ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ അനിൽകുമാറിന് കൈമാറി. ആകെയുണ്ടായിരുന്ന 17 പശുക്കളിൽ 3 കിടാക്കളടക്കം 11 നിലയില്ല വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോവുകയായിരുന്നു. ദിവസവും 60 ലിറ്റർ പാലാണ് അനിൽ വിറ്റിരുന്നത്. ഇത്തരം അവസരങ്ങളിൽ സർക്കാർ സംവിധാനം കൂടെ നിൽക്കുന്നത് ആശ്വാസമാണെന്ന് അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രളയത്തിൽ എൻ്റെ പശുക്കൾ പശുക്കൂട്ടിൽ കയറി പശുക്കൾക്ക് അഴിച്ചു മാറ്റാൻ സ്വാധീനമില്ലാതെ 17 പശുക്കൾ കൂട്ടിലുണ്ടായിരുന്നു. അതിൽ 8 വലിയ പശുക്കളും 3 ചെറിയ കിടാക്കളും ഉൾപ്പെടുന്ന പശുക്കൾ മരണപ്പെട്ടു പോയി. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സർക്കാരിൽ നിന്നും അതിവേഗത്തിൽ തന്നെ എനിക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി സാന്ത്വന പദ്ധതിയുമായിട്ട് നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുകയും എന്നെ സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നെ സമാശ്വസിപ്പിക്കുകയും എനിക്ക് വീണ്ടും പഴയ പോലെ തന്നെ പാലുകളും അതുപോലെ തന്നെ സൊസൈറ്റിയിലും യൂണിറ്റിലൂടെയൊക്കെ കൊണ്ട് സംരംഭകനായിട്ട് കൊടുക്കുവാനും വലിയവനാകാനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് പോയ മിനിസ്റ്റർക്ക് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അർപ്പിച്ചിട്ടുള്ളതാണ്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് നൽകിയ 2 പശുക്കളെയും കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതിയും നൽകിയ ഓരോ പശുക്കളെയുമാണ് മന്ത്രി കൈമാറിയത്. കേരള വെറ്റിനറി അസോസിയേഷൻ നൽകിയ 1 ലക്ഷം രൂപയുടെ ചെക്കും ബിന്ദു കൃഷ്ണ അനിൽകുമാറിന് നൽകി. വാഗമണ്ണിലെ KLDBയിൽ നിന്നാണ് പശുക്കളെ എത്തിച്ചത്. നമ്മുടെയൊക്കെ മനസ്സ് അങ്ങേയറ്റം വേദന, പ്രത്യേകിച്ചും ജീവിതമാർഗം നിലച്ച് ഇനി എന്ത് എന്ന് കരുതി നിൽക്കുന്ന ഒരു ക്ഷീര കർഷകന്റെ മുന്നില് ആശ്വാസമായി എത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവ് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങള് എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം ഇന്നലെ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തി. സർക്കാർ ഒപ്പമുണ്ട് എന്ന് 4 to 40 ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഒപ്പമുണ്ട് എന്ന്
എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ശൈലി. ഇന്ന് വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടവർക്കുള്ള ധനസഹായവും ചികിത്സയിലുള്ളവർക്ക് ധനസഹായവും വീട് നഷ്ടപ്പെട്ടവർക്കും അങ്ങനെ എല്ലാ ധനസഹായവും ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കേരള സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമുണ്ട്. KGOU സംസ്ഥാന പ്രസിഡന്റ് B. O. ഗോപകുമാർ, മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ CN വത്സലൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തനിക്കെതിരെ വ്യാജ പോക്സോ കേസ് ചുമത്തിയവർക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി മുൻ UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. കള്ളക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ ജയിലിൽ പോകാൻ തയ്യാറാണെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി തുടരുന്ന തനിക്കെതിരെ വ്യാജ പോസ്കോ കേസ് ചുമത്തിയവർക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയെന്ന് മുൻ UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. മാർഗതടസ്സം സൃഷ്ടിച്ച വെള്ളക്കെട്ട് പൊട്ടിച്ചു വിടുക മാത്രമാണ് താൻ ചെയ്തത്. ആരെയും ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കള്ളക്കേസ് ചുമത്തിയാൽ മുൻകൂർ ജാമ്യത്തിന് പോകില്ല. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജയിലിൽ കിടക്കുമെന്നും മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. ഈ ആഭ്യന്തര വകുപ്പ് ഇമെയിൽ വഴിയും SP-ക്ക് നേരിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യാജ കേസ്, അതായത് അത് ആണ് ഇപ്പം നിലവിൽ എനിക്കതിന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഏതായാലും ഇത് ഇനി എന്ത് കേസെടുത്താലും ജാമ്യം എടുക്കാൻ ഞാൻ പോകുന്നില്ല. 2-3 വക്കീൽമാർ വിളിച്ചു, നമുക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. ഞാൻ പറഞ്ഞു, ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ. ഞാൻ ഇത്തരത്തിൽ അല്ലെങ്കിൽ തുണിപ്പൊക്കി കാണിച്ചിട്ടില്ല, തെറി വിളിച്ചില്ല എന്ന് ബോധ്യമുള്ള ഞാൻ എന്തിനാ മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോയാൽ സ്വാഭാവികമായും ഞാനത് ചെയ്തു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനം ഒരു കേസും ഒരു ജാമ്യം എടുക്കാൻ പോകുന്നില്ല. പോലീസ് വിളിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ ചെല്ലും. അറസ്റ്റ് ചെയ്താൽ ഞാൻ അറസ്റ്റിന് തീർച്ചയായിട്ടും അറസ്റ്റ് വഴങ്ങി കൊടുക്കുക ചെയ്യും. തനിക്കെതിരെ വ്യാജ കേസ് കൊടുത്തത് ഒരു അഭിഭാഷകനും ഓൺലൈൻ ചാനൽ നടത്തിപ്പുകാരനുമാണ്. ഇരുവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കോട്ടയം SP-ക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നിൽ എന്തു രാഷ്ട്രീയ കളിയാണ് നടന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഓൺലൈൻ കേരള സ്പീക്സ് ഓൺലൈൻ അത് നിരന്തരം എനിക്കെതിരെ ഇങ്ങനെ ഈ സ്നേഹപ്പാര വെക്കുന്നതാണ്. അപ്പൊ ഒരു സ്നേഹപ്പാര വേറെ കേരള സ്പീക്സ് അല്ലാതെ വേറൊരു മാധ്യമങ്ങളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി പെയ്യാറുണ്ട് കൊണ്ടുപോയി പേരുണ്ട്. അപ്പൊ പെയ്യാറിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പണി നടത്തില്ല. ഞാൻ ഏതായാലും കോടതിയിൽ പോയി ജാമ്യം എടുക്കാനും പോകുന്നില്ല, നാട് വിടാനും പോകുന്നില്ല എന്നത് മാത്രമേ എനിക്ക് പറയുള്ളൂ. പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ കൊച്ചുമക്കളെയാണ് താൻ ആക്ഷേപിച്ചതായി ചാനൽ വാർത്ത വന്നത്. എന്നാൽ അന്തരിച്ച കോൺഗ്രസ് നേതാവിന്റെ ബന്ധുക്കൾ തന്നെ വിളിച്ച് തങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധമില്ലെന്ന് അറിയിച്ചതായും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച സജി മഞ്ഞക്കടമ്പിൽ കരൂർ പഞ്ചായത്തിലെ പ്രദേശത്ത് വെള്ളക്കെട്ട് കുത്തിപ്പൊട്ടിച്ചു വിടുകയും ഇത് ചോദ്യം ചെയ്ത അമ്മയെയും പ്രായപൂർത്തിയാകാത്ത മകളെയും തെറി വിളിച്ചെന്നും സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറി എന്നുമാണ് ഓൺലൈൻ ചാനലിൽ വാർത്ത പ്രചരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പാമ്പാടി ബസ് സ്റ്റാൻഡിൽ വളർന്നു നിന്ന കഞ്ചാവ് ചെടി കണ്ടെത്തി. തൈത്തോട്ടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാമ്പാടി ബസ് സ്റ്റാൻഡിൽ പബ്ലിക് ലൈബ്രറിയോട് ചേർന്നാണ് 110 സെന്റിമീറ്റർ ഉയരമുള്ള ചെടി എക്സൈസ് സംഘം കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത്. ചെടി കണ്ടെത്തിയ പ്രദേശത്തും പരിസരത്തുമായി വിശദമായ പരിശോധന നടത്തിയെങ്കിലും മറ്റൊന്നും ലഭിച്ചില്ല. എക്സൈസ് ഇൻസ്പെക്ടർ P. ഗോകുൽലാലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പാലാ ജനറൽ ആശുപത്രിയിൽ മോഷണശ്രമം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയാണെന്നാണ് നിഗമനം. പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മോഷണശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രളയക്കെടുതി ഒഴിയാതെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല. ഭൂരിഭാഗം ഇടങ്ങളും വെള്ളക്കെട്ടിൽ. കോട്ടയം കുമരകം ചേർത്തല റോഡിൽ ഗതാഗതം നിരോധിച്ചു. നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. സമീപത്തെ ഓടകൾ നിറഞ്ഞ് മാലിന്യം. SBI തെക്കേത്ത് കവല ശാഖയുടെ ATM കൗണ്ടർ തുറക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നു. കൗണ്ടർ സ്ഥാപിച്ചിട്ട് 2 മാസം. പൂഞ്ഞാർ തീക്കോയിൽ ജീവനോപാധി നഷ്ടമായ അനിൽകുമാറിന് ആശ്വാസവുമായി ക്ഷീരവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. 4 പശുക്കളെ എത്തിച്ചു നൽകി. അനിൽകുമാറിന് നഷ്ടമായത് 11 പശുക്കൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.